അല്ല, തീയതിയൊക്കെ ഞങ്ങൾ നിശ്ചയിച്ചോളാം. അതിന് സമയമുണ്ടല്ലോ. ആദർശേ, ശ്രീയോട് എന്തെങ്കിലും സരിച്ച് സംസാരിക്കാൻ ആവാട്ടോ. എനിക്ക് ശ്രീയോട് തനിച്ചായല്ല, നിങ്ങളോട് എല്ലാരോടും കൂടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ചെറുപ്പം മുതലേ എനിക്ക് ശ്രീയെ വലിയ ഇഷ്ടമായിരുന്നു. ശ്രീ പക്ഷെ എന്നോട് അത്രയ്ക്ക് അടുപ്പമൊന്നും കാണിച്ചിട്ടില്ല. അന്നെനിക്ക് വലിയ വിഷമമായിരുന്നു. ഒരു പെണ്ണിന്റെ കഴുത്തില് താലി കെട്ടിയ അത് ശ്രീയുടെ കഴുത്തിലായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്റെ ആഗ്രഹം നിറവേറാൻ പോവുകയാണെന്ന് തോന്നുമ്പോ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ശ്രീലക്ഷ്മിയെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. അവളെ ഓർത്ത് അമ്മാവനും അമ്മായിക്കും ഒരു ടെൻഷനും വേണ്ട. അങ്ങനെ എല്ലാം മംഗളായിട്ട് നടന്നു. ഭാഗ്യം, അങ്ങനെ എന്റെ മോന്റെ തലേന്ന് ഇവള് ഒഴിവായി. രാധമ്മേ, രാധമ്മേ. രമ്യെ, പതിയെ. ഒരു ചടങ്ങ് നടക്കുമ്പോഴാണോ നിന്റെ തോന്നിയാസം? അമ്മേ, വലിയ പ്രശ്നമായി. എന്ത് പ്രശ്നം? രാജുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോയി. രാജു ആരെയോ കാറിടിച്ച് കൊല്ലാൻ നോക്കിന്നാ പറയുന്നത്. എന്റെ ഈശ്വര, കണ്ടോ, കേട്ടില്ലേ? ഇപ്പൊ അച്ഛനും മകനും കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഞാൻ പണ്ടേ പറഞ്ഞതാ, ഈ രാജുവേ ആ മന്ത്രിയുടെ വല്ല ഗുണ്ടയോ ആയിരിക്കും. അമ്മേ, അമ്മ എന്താ ഈ പറയുന്നേ? ദേ ആദർശേ, നീ മിണ്ടിപ്പോകരുത്. 15 പവനും 5 ലക്ഷം രൂപയും കൊണ്ട് ഇവരങ്ങ് വായടപ്പിക്കാൻ നോക്കി. പക്ഷെ ദൈവം എന്റെ കൂടെയാ. സത്യം എന്റെ മുന്നിൽ കാണിച്ചു തന്നല്ലോ. ഗിരിജെ, നീ നടന്ന എന്താണെന്ന് മനസ്സിലാക്കാതെ എടുത്തു ചാടരുത്. നിങ്ങൾക്ക് അനിയത്തിയോട് സ്നേഹവും സഹതാപവും ഒക്കെ കാണും. പക്ഷെ അതിന് ബലിയാടാകേണ്ടതേ എന്റെ മകന്റെ ജീവിതം അല്ല. അത് ചെവാടാ. ഗിരിജെ, ദേഷ്യപ്പെടല്ലേ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ദേ പെണ്ണുമ്പിളെ, നിങ്ങൾ ഈ വീടിന്റെ ഓണറായിരിക്കും. അത് ഇവർക്ക്. വെറുതെ ഗിരിജയെ ഭരിക്കാൻ വന്നാലേ നിങ്ങൾ വിവരം അറിയും. എന്ത് നോക്കി നിക്കുന്നേ? ഇങ്ങോട്ട് വാ. ചതിച്ചല്ലേ ഈശ്വരന്മാരെ. രാധേ, നീ കരയാതിരിക്കേ. സംഭവിക്കാനല്ലോ സംഭവിച്ചു. രാജുവിന്റെ കാര്യത്തിൽ നീ പേടിക്കണ്ട. അവൻ പ്രതാപൻ സാറിന്റെ കൂടെയല്ലേ നിക്കണത്. നീ കരയിലേടി. ഞാൻ മെമ്പറെ വിളിച്ച് സ്റ്റേഷൻ വരെ ഒന്ന് പോവാം. ചെറിയ വല്ല കേസുമായിരിക്കും.